അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1 സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിൻ്റെ ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം കുറച്ച് ബേസിക്സ് ആദ്യമേ അറിയണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടു ഫോഴ്സ് മെമ്പർ, അതായത് ഒരു ടു ഫോഴ്സ് ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാവാനുള്ള കണ്ടീഷനെ കുറിച്ചാണ്. അപ്പം അത് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആ ബോഡി ഇക്വിലിബ്രിയത്തിലിരിക്കണമെങ്കിൽ F1ഉം F2ഉം ഈക്വൽ ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ അത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലായിരിക്കത്തുള്ളൂ. അതേപോലെ ഒരു 3 ഫോഴ്സ് മെമ്പറാണ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഫോഴ്സ് കാരണം ആ ബോഡി ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ അതെല്ലാം കൂടി ഒരു പോയിന്റിൽ എന്ത് ചെയ്യണം? ഇൻ്റർസെക്റ്റ് ചെയ്യണം. ഓക്കെ, അതൊക്കെയാണ് ഇക്വിലിബ്രിയത്തിലിരിക്കുമ്പോൾ ഉള്ള ഒരു കണ്ടീഷൻ. അതേപോലെ തന്നെ നമ്മൾ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിൽ, നമ്മുടെ ഡോമിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിൽ മാസ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സുകളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഇനേർഷ്യ ഫോഴ്സ് എല്ലാം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു 4 ബാർ മെക്കാനിസം ഉണ്ട്. അതിൻ്റെ ലെന്തുകളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫിക്സഡ് പാർട്ടിനെ നമ്മൾ 1 ആയിട്ട് നെയിം കൊടുത്തു. സെക്കൻഡ് ലിങ്കിന് ഞാൻ 2 എന്ന് കൊടുത്തു. തേർഡ് ലിങ്ക് കപ്ലറിനെ 3rd, ഫോർത്തിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഹൊറിസോണ്ടലുമായിട്ട് 150 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. ആ എന്ന് പറയുന്ന പോയിൻ്റ് എന്ന് പറയുന്നത്, DE എന്ന് പറയുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 350 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് സ്കെയിൽ ചെയ്യുക. 100 mm = 1 സെൻറ്റിമീറ്ററിൽ ഇത് സ്കെയിൽ ചെയ്ത് വേണം ഈ ഒരു ഡയഗ്രാം. നമ്മൾ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ 100 mm = 1 സെൻറ്റിമീറ്ററിൽ ഇത് സ്കെയിൽ ചെയ്ത് വരയ്ക്കുക. സ്കെയിൽ ചെയ്ത് വരച്ചതിന് ശേഷം ആദ്യമേ ഏറ്റവും കുറവ്, നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫോർത്ത് ലിങ്കിൽ ഒരു ഫോഴ്സ് F ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് F എന്ന് പറയുന്നത് 80 ന്യൂട്ടനാണ്. ആ ഫോഴ്സ് F എന്ന് പറയുന്നത് 80 ന്യൂട്ടനാണ്. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ബോഡി F എന്ന് പറയുന്നത് 80 ന്യൂട്ടനാണ്. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ AB എന്ന് പറയുന്ന ലിങ്കിൽ എത്ര ടോർക്ക് അപ്ലൈ ചെയ്യണമെന്നാണ് ചോദ്യം. ആ ഫോർത്ത് ലിങ്കിൽ ഒരു ഫോഴ്സ് 80 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ABയിൽ നമ്മൾ എത്ര ടോർക്ക് അപ്ലൈ ചെയ്യണം ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാവാൻ? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏറ്റവും ഫോഴ്സ് കുറവുള്ള ലിങ്ക് എടുക്കുക. ഏറ്റവും ഇവിടെ ആണെങ്കിൽ ഒരു 3 ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ടോർക്കും 2 ഫോഴ്സും വരും. ഓക്കെ, അപ്പോൾ ഞാൻ തേർഡ് ലിങ്ക് എടുത്തു. തേർഡ് ലിങ്കിന് എന്ത് ചെയ്യുക? ഫസ്റ്റ് പാരലൽ വരയ്ക്കുക. തേർഡ് ലിങ്കിന് ഞാൻ ചുമ്മാ പാരലൽ വരച്ചു. ഞാൻ ഇവിടെ ആ ലൈൻ വരച്ചു. ഓക്കെ, ഈ ലൈൻ എന്ന് പറയുന്നത് BC എന്ന് പറയുന്ന തേർഡ് ലിങ്കാണ്. ഈ തേർഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസുകൾ ഏതൊക്കെയാണെന്ന് അറിയണം. ഈ തേർഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത്, ഫോർത്ത് ലിങ്കിൽ നിന്ന് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ലിങ്കിൽ നിന്നും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കംപ്രഷനും ആവാം, ടെൻഷനും ആവാം. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫോർത്ത് ലിങ്ക് എന്ന് പറയുന്നത് ഇതിനെ കംപ്രസ് ചെയ്യാൻ നോക്കുക. ഈ ഒരു തേർഡ് ലിങ്കിനെ അത് കംപ്രസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ തേർഡ് ലിങ്കിനെ അത് കംപ്രസ് ചെയ്യാൻ നോക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഫോഴ്സ് കാരണം ഈ തേർഡ് ലിങ്കിനെ കംപ്രസ് ചെയ്യാൻ നോക്കുക. അതായത് എന്ത് ചെയ്യുക? ഇതിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിക്കാൻ നോക്കുക ഈ ഒരു ഫോഴ്സ് കാരണം. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കംപ്രഷൻ ഫോഴ്സ് ആയിരിക്കും. പിന്നെ ഇനി അതിൻ്റെ നെയിമിംഗ് ആണ്. എപ്പോഴും ഫോഴ്സ് ഫ്രം 4 to 3 ആണ്, 2 to 3 ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് F43 ആണ്. 4 എന്ന് പറയുന്ന ലിങ്കിൽ നിന്ന് 3 എന്ന് പറയുന്ന ലിങ്കിലേക്ക്. ഇവിടെ എന്ന് പറയുമ്പം F23 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ മനസ്സിലായി. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CD എന്ന് പറയുന്ന ലിങ്ക് ഞാൻ അതേപോലെ ആ സെയിം ഡയമെൻഷനിൽ, അതായത് സ്കെയിൽ ചെയ്ത് വരച്ചിരിക്കുന്ന സെയിം ഡയമെൻഷനിൽ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, അതിനുശേഷം E എന്ന് പറയുന്ന പോയിൻ്റ് 350 mm, അതായത് 350 എന്ന് പറയുമ്പോൾ 3.5 സെൻറ്റിമീറ്റർ മാറി വരച്ചു. ദെൻ 150 ആക്ട് ചെയ്യുന്ന ലൈൻ നമുക്കറിയാം. 150 ഡിഗ്രി ഹൊറിസോണ്ടലിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഞാൻ എന്ത് ചെയ്തു? കറക്റ്റായിട്ട് വരച്ചു. ഇതാണ് ആ F എന്ന് പറയുന്ന ഫോഴ്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഏതൊക്കെ ഫോഴ്സസ് ആയിരിക്കും? 3-ന്ന് 4-ലേക്ക് ഒരു ഫോഴ്സും 1-ന്ന് 4-ലേക്ക് ഒരു ഫോഴ്സും. 3-ന്നുള്ള ഫോഴ്സിനെ F34 എന്ന് ഇട്ടു, 1-ന്നുള്ള ഫോഴ്സിനെ ഞാൻ 14 എന്ന് ഇട്ടു. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരും? F34 എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, F34 എന്ന് പറയുന്നത് F43ക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം F43 എന്ന് പറയുന്നത് സെയിം ഫോഴ്സുകളാണ്, F43 F34. അതേപോലെ തന്നെ ഇവിടെ F23 എന്ന് പറയുന്നതും F43 എന്ന് പറയുന്നതും ഈക്വലാണ്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഞാൻ നെഗറ്റീവ് കൊടുത്തു. ഓക്കെ, F34 എന്ന് പറയുന്നതിന് ഈക്വൽ ആയിരിക്കും F43. അപ്പം F34 എന്ന് പറയുന്നതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം എന്താണ്ട് ഇങ്ങനെ വരും അല്ലേ? ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. കാരണം F43 ഇങ്ങോട്ടായതുകൊണ്ട് F34 എപ്പോഴും ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ദെൻ F14 അപ്പോൾ എങ്ങോട്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, F14 എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ F എന്ന് പറയുന്ന ലൈനെയും F34നെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു ഒരു കോമൺ പോയിന്റിൽ നിർത്തി. ഓക്കെ, അപ്പോൾ ഈ ഒരു കോമൺ പോയിന്റ് നമുക്കറിയാം, F എന്ന് പറയുന്നത് F34 എന്ന് പറയുന്നത് അറിയാം. ദെൻ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 ഫോഴ്സ് മെമ്പർ ആണെങ്കിൽ അതെല്ലാം കൂടി ഒരു കോമൺ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് എപ്പോഴും കാണാം. അപ്പോൾ എപ്പോഴും ഇതെന്തുമായിരിക്കും? F14 ആയിരിക്കും. F14ൻ്റെ ഡയറക്ഷൻ നമുക്കറിയത്തില്ല, F34ൻ്റെയൊക്കെ ഡയറക്ഷൻ അറിയാം. അപ്പം F14ൻ്റെ ഡയറക്ഷനും F34ൻ്റെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് പോളിഗൺ വരയ്ക്കും. എന്താ? ഫോഴ്സ് പോളിഗൺ വരയ്ക്കും. അപ്പോൾ ഫോഴ്സ് പോളിഗൺ വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നേ? ഓർക്കുക, ഫോഴ്സ് പോളിഗൺ വരയ്ക്കുമ്പോൾ അറിയാവുന്ന ഫോഴ്സ് ആദ്യമേ എടുക്കുക. F എന്ന് പറയുന്നത് എത്രയാണ്? 80 ന്യൂട്ടനാണ്. 80 ന്യൂട്ടൻ എന്ന് പറയുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ വരും? ഞാൻ പറയുന്നു 10 ന്യൂട്ടൻ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ 80 ന്യൂട്ടൻ എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ വരുമല്ലേ? അങ്ങനെ എഫിന് പാരലൽ പിടിക്കുക. അതായത് F എന്ന് പറയുന്ന ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പാരലൽ എടുക്കുന്നു, 8 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുന്നു. എത്രയാ? 8 സെൻറ്റിമീറ്ററിൽ ഞാൻ ആ ഫോഴ്സ് വരച്ചു. ഓക്കെ, 80 ന്യൂട്ടൺ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്കെയിൽ ചെയ്ത് വരച്ചത്. ഇത് ഏകദേശം 8 സെൻറ്റിമീറ്ററിൽ നിങ്ങൾ വരയ്ക്കുക. 8 സെൻറ്റിമീറ്ററിൽ വരച്ചതിന് ശേഷം ഇതിൻ്റെ ഹെഡിൽ നിന്ന് F34 അങ്ങോട്ട് വരയ്ക്കുക. F34ന് പാരലൽ പിടിക്കുക. F34 ഇതിൻ്റെ ഹെഡിൽ നിന്ന് ദണ്ട് ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ F34 വരച്ചു. അതിനുശേഷം F14 ഉണ്ട്. ആ F14 നമ്മൾ ഇതിൻ്റെ ടെയിൽ പോർഷനിൽ നിന്ന് വരയ്ക്കുമ്പോൾ നമുക്കൊരു ക്ലോസ്ഡ് ട്രയാങ്കിൾ കിട്ടും. ഈ ക്ലോസ്ഡ് ട്രയാങ്കിളാണ് ഫോഴ്സ് പോളിഗൺ എന്ന് പറയുന്നത്. ഇതിൽ നമുക്കറിയാവുന്ന ഇത് F34 ആണെന്നറിയാം, ഇത് സെയിം ഡയറക്ഷനിൽ എടുക്കുക. ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇത് ഇങ്ങോട്ടായിരിക്കും. ഇതാണ് F14 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് F34 നിങ്ങൾ അളന്നെഴുതുക. F34 എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ നമുക്കൊരു 4.7 സെൻറ്റിമീറ്റർ ഒക്കെ കിട്ടും. അതായത് ഇൻറ്റു 10 ചെയ്യുമ്പോൾ 47 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന F34 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ലാസ്റ്റ് ലിങ്ക് എടുക്കുക. ലാസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? AB എന്ന് പറയുന്ന ലിങ്കാണ്. AB എന്ന് പറയുന്ന ലിങ്ക് സെയിം ഡയമെൻഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുക. AB എന്ന് പറയുന്ന ലിങ്കിന് പാരലൽ പിടിക്കുക. AB എന്ന് പറയുന്ന ലിങ്കിന് നിങ്ങൾ എന്ത് ചെയ്യുക? പാരലൽ പിടിക്കുക. അല്ലെങ്കിൽ AB എന്ന് പറയുന്ന ലിങ്ക് അതേപോലെ ദാണ്ട് ഇവിടുന്ന് പാരലൽ പിടിച്ച് ഞാൻ എന്താ ഇവിടെ കൊണ്ടുവരച്ചു. അത് AB എന്ന് പറയുന്ന ലിങ്കാണ്. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 എന്നൊരു ഫോഴ്സ് ഉണ്ട്, 3 എന്നൊരു ഫോഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഏതൊക്കെ ഫോഴ്സ് ആയിരിക്കും? F12 ഉണ്ട്, F32 ഉണ്ട്. ഇത് രണ്ടും ആയിരിക്കും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ. ഓക്കെ, ദെൻ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലായി F23ക്ക് ഓപ്പോസിറ്റാണ് F32. ഡൗട്ടുണ്ടോ? F23ക്ക് ഓപ്പോസിറ്റാണ് F32. F23ക്ക് ഓപ്പോസിറ്റാണ് F32. അപ്പോൾ F32 എങ്ങോട്ട് വരയ്ക്കും? F23യുടെ ലൈനിന്, അതായത് F23 ആക്ട് ചെയ്യുന്ന എങ്ങനെയാണോ അതിന് പാരലൽ പിടിക്കുക. പാരലൽ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വരയ്ക്കുക. ഇതാണ് നിങ്ങളുടെ
എന്ത് F3/2 അല്ലേ. ദെൻ ഇവിടെ സെയിം ആയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ സെയിം ആയിട്ട് ഇങ്ങോട്ടും ഒരു ഫോഴ്സ് വരച്ചിടുക. അതാണ് നിങ്ങളുടെ F12. ഓക്കെ. അപ്പോൾ ഇത് കാരണം ഉണ്ടാകുന്ന ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ടോർക്ക് ഉണ്ടാവും. ആ ടോർക്ക് എന്ന് പറയുന്നത് F32 × H ആണ്. ഈ H എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള പാരലൽ ഡിസ്റ്റൻസ് ആണ്. ഇത് രണ്ടിലും തമ്മിലുള്ള പാരലൽ ഡിസ്റ്റൻസ് അളക്കുക. ഇതാണ് H എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, H എന്ന് പറയുന്ന ഡിസ്റ്റൻസ് പാരലൽ ഡിസ്റ്റൻസ് എടുക്കുക, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുക. നമുക്ക് F32 × H കിട്ടും. F32 എന്ന് പറയുന്നത് F34 ഈക്വലാണ്. ഈ F34 ഈക്വലാണ് F43. ഈ F34 ഈക്വലാണ് F43 ഈക്വലാണ് F23 ഈക്വലാണ് ദെൻ F32. ഓക്കെ, അതെന്ന് പറയുന്നത് 47 ന്യൂട്ടൺ ആണ്. ആ 47 ന്യൂട്ടൺ ഇൻറ്റു H, സ്കെയിൽ ചെയ്തത് H എടുക്കുക. സ്കെയിൽ ചെയ്യുന്ന H കൊണ്ട് ഇൻറ്റു ചെയ്യുക. സ്കെയിൽ ചെയ്യുന്ന H എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 393 എന്നുള്ള ഒരു 393 mm എന്ന് കിട്ടും നമുക്ക് ഏകദേശം. അത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്കൊരു 18.78 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇത് ആക്ട് ചെയ്യുന്ന എപ്പോഴും എങ്ങനെ, അതായത് ഇവിടെ ഈ ഒരു ഫോഴ്സ് കാരണം AB എന്ന് പറയുന്ന അടുത്തുണ്ടാകുന്ന ആൻറ്റി ക്ലോക്ക് വൈസിലുള്ള ഒരു ടോർക്കാണ്. അപ്പോൾ ഇത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഈ സെയിം ടോർക്ക് ക്ലോക്ക് വൈസിൽ അപ്ലൈ ചെയ്യണം. അതായത് ടോർക്ക് ക്ലോക്ക് വൈസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും ടോർക്ക് ആ ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡി എന്തിലിരിക്കും? ഈ ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. ആദ്യമേ നമ്മൾ സ്കെയിൽ ചെയ്ത് ഡയഗ്രാം എല്ലാം വരച്ചു. അതിനുശേഷം ഏറ്റവും കുറഞ്ഞ ഫോഴ്സ് മെമ്പർ എടുത്തു. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെന്ന് പറയുന്നത് F23 F43 ആണ്. അത് കംപ്രഷൻ വരാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോഴ്സ് CD എന്ന് പറയുന്ന ലിങ്കിനെ എപ്പോഴും എന്ത് ചെയ്യുക, അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യുക, കംപ്രസ് ചെയ്യുകയാണ്. അപ്പോൾ BCയിൽ ഉണ്ടാകുന്ന ഫോഴ്സുകളെന്ന് പറയുന്നത് കംപ്രഷൻ ഫോഴ്സുകളായിരിക്കും. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഞാൻ തേർഡ് ലിങ്ക് വരച്ചു. തേർഡ് ലിങ്ക് അതേപോലെ എന്ത് ചെയ്തു, തേർഡ് ലിങ്ക് ഞാൻ അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഫോഴ്സും നമ്മൾ വരച്ചു. അതിനുശേഷം F34ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ ഓഫ് ആക്ഷൻ നമുക്കറിയാം. F43ക്ക് ഈക്വൽ, ഈ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് F34 എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, Fനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ രണ്ട് ഫോഴ്സുകൾ ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്, അതായത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ അവയ്ക്ക് അത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഒരു തേർഡ് പോയിന്റിൽ അത് എപ്പോഴും എന്തായിരിക്കും, ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ F14 നമുക്ക് ഇവിടെ കിട്ടി. F14 നമുക്ക് ഇവിടെ കിട്ടിയത് കൊണ്ട്, അതായത് F14 നമുക്കിവിടെ കിട്ടിയത് കൊണ്ട് എങ്ങനെ വരയ്ക്കാം, ഫോഴ്സ് പോളിഗൺ. നമുക്ക് നോൺ ഫോഴ്സ് ആദ്യമേ വരയ്ക്കുക, ഫോഴ്സ് പോളിഗൺ വരയ്ക്കുക. F എന്ന് പറയുന്നത് 80 ന്യൂട്ടൺ ആണ്. അതിനെ സ്കെയിൽ ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, 8 സെൻറ്റിമീറ്ററിൽ വരച്ചു. F34 അതിൻ്റെ ഹെഡിൽ നിന്ന് വരച്ചു. F14 ഞാൻ ഇതിൻ്റെ ടെയിലിൽ നിന്ന് വരയ്ക്കുമ്പോൾ നമുക്കൊരു ക്ലോസ്ഡ് ട്രയാങ്കിൾ കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഡിസ്റ്റൻസുകൾ അളന്നെഴുതി സ്കെയിൽ ചെയ്യുമ്പോൾ നമുക്ക് F34 കിട്ടി. F34ന് ഈക്വലാണ് F43, F43ക്ക് ഈക്വലാണ് F23, F23ക്ക് ഈക്വലാണ് F32. അതെല്ലാം ഫോഴ്സുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോർക്ക് കിട്ടി. ടോർക്ക് എന്ന് പറയുന്നത് F32 × H ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ടോർക്ക് കിട്ടും. AB എന്ന് പറയുന്ന ലിങ്കിൽ ആക്ട് ചെയ്യേണ്ട ടോർക്ക് കിട്ടും. അതൊന്നെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും ആക്ട് ചെയ്യുക. കാരണം എന്താ ക്ലോക്ക് വൈസ് ആക്ട് ചെയ്യുന്നത്, ആ ടോർക്ക് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസിൽ ആക്ട് ചെയ്താൽ മാത്രമേ ഇത് ഇക്വിലിബ്രിയത്തിലിരിക്കൂ. കാരണം F എന്ന് പറയുന്ന ഫോഴ്സ് 80 ന്യൂട്ടൺ ഫോർത്ത് ലിങ്കിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ടോർക്ക് എങ്ങനെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ ആ ആൻറ്റി ക്ലോക്ക് വൈസിലുള്ള ടോർക്കിനെ നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാക്കാൻ സെയിം ഡയറക്ഷനിൽ ഓപ്പോസിറ്റായിട്ട് ഒരു ടോർക്ക് അപ്ലൈ ചെയ്യും. ആ ടോർക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 18.73 ന്യൂട്ടൺ മീറ്റർ ആണ്. അത് നമ്മൾ ക്ലോക്ക് വൈസിലായിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.